ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായിട്ടുള്ള പാസ്ത വിഭവം എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് പാസ്ത. ഇത് ഗോതമ്പ് കൊണ്ടുള്ള പാസ്തയാണ്. ഇത് മോഡിക്കെയറിൻ്റെ പാസ്തയാണിത്. അപ്പോൾ ആദ്യം അത് കറച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിക്കണം. ഒരു പാത്രത്തിൽ 3/4 ഭാഗം വെള്ളം എടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. അത്യാവശ്യം വേവുണ്ട് ഇതിനൊരു 10-20 മിനിറ്റോളം ഇത് വേവിക്കണം. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ വെച്ചാൽ അത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയാം. രാവിലെയാണ് ഞങ്ങൾ കൂടുതലും ഉണ്ടാക്കാറുള്ളത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഫുഡ്. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. വെള്ളം കുറേ അധികം വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അതിന് വേണ്ടുന്ന സവാളയൊക്കെ മുറിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള വേണം, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, അത്രയും മതി. ഒക്കെ നൈസായിട്ട് അരിയുക. അങ്ങനെ ഏകദേശം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഏകദേശം വെന്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് നമ്മൾ ഊറ്റി കളയണം. ഒരരിപ്പ് വെച്ചിട്ട് നന്നായി വെള്ളം വാർത്ത് കളയുക. പിന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് മോഡിക്കെയറിൻ്റെ തന്നെയാണ്. പിന്നെ അല്പം കടുക് പൊട്ടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സവാളയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴറ്റണം എന്നില്ല, ഒരു പകുതി വഴറ്റിയാൽ മതിയാവും. അത്രയാവണ്ടോ അത്. സവാള ഇട്ടു. ഉള്ളി ഒന്ന് കുറച്ച് വാടാനുള്ള ഒരല്പം ഉപ്പിട്ടെടുക്കണം. അതിനുശേഷം ഞാൻ ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ
അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഒരല്പം ഇട്ടാൽ മതി, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടതാണ്. പിന്നെ ഒരു സ്പൂണും മല്ലിപ്പൊടിയും. ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മസാല ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം വെള്ളം ഒഴിക്കുക. മസാല ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലല്പം വെള്ളം ഒഴിക്കുക. ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ആ പാസ്ത ഇട്ടിട്ട് എല്ലായിടത്തും നല്ലപോലെ ഒന്ന് ഇളക്കിയ മസാലയൊക്കെ ഒന്ന് ശരിക്കും അതിൽ പിടിക്കണം. ഏകദേശം പാസ്ത റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണിത്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണിത്. അവസാനം കുറച്ച് മല്ലിയില ഉണ്ടെങ്കിലിടാം. അങ്ങനെ പാസ്ത റെഡിയായി കഴിഞ്ഞു. പാത്രത്തിലേക്ക് വിളമ്പാം. രാവിലെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കണം കേട്ടോ.